ഹായ് മക്കളെ, കഴിഞ്ഞ വീക്കിൽ PSC 2 ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്നിക്കൽ അസിസ്റ്റൻറ്റും അതേപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റൻറ്റും. അപ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എത്രയാണ് നമ്മുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്? മെയിൻ ലിസ്റ്റിലെ കട്ട് ഓഫ് നമുക്കറിയണം. അതേപോലെ തന്നെ എത്രത്തോളം സ്റ്റുഡൻസ് ഈ ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് കട്ട് ഓഫ് എത്രയാണ്, നമുക്ക് ഇനി ഒരുപാട് എക്സാംസ് വരാനുണ്ട് അല്ലേ? അപ്കമിങ് ആയിട്ട് PSCയുടെയും അതേപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഒരുപാട് എക്സാംസ് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ എത്രയാണ് കട്ട് ഓഫ് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. അതിൻ്റെ ബേസിസിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അത്രത്തോളം മാർക്ക് നിങ്ങൾ സെക്യൂർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഏത് എക്സാമിനാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ MCQ പ്രാക്ടീസാണ്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ www.atomiclasses.com നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ഫ്രീ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഫ്രീ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുക. സെൽഫ് അനാലിസിസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങൾക്ക് 100ൽ 60, 70 മാർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നല്ലൊരു ചാൻസിലായിരിക്കും ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കലായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഓരോ എക്സാമും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സിറോളജിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നു പറഞ്ഞിരിക്കുന്നത്. കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി ആണ് 16/1/2025. ഇവിടെ മെയിൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 40 കുട്ടികളാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ? അപ്പോൾ ഇവരുടെ കട്ട് ഓഫ് കുറച്ചൊന്ന് കുറവാണ്. നോക്കൂ, ഇതാ മെയിൻ ലിസ്റ്റിൽ 40 ആണുള്ളത്, സപ്ലിമെൻ്ററിയിൽ 67, അങ്ങനെ ടോട്ടൽ 107 സ്റ്റുഡൻസ് ആണ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ്റെ ലിസ്റ്റിലുള്ളത്. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ വരുന്ന മെയിൻ ലിസ്റ്റിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. എത്രയാണ്? 60. ഓക്കെ, കട്ട് ഓഫ് പറയുന്നത് 60 ആണ് ലാസ്റ്റ് കട്ട് ഓഫ്. ഓക്കെ, ലാസ്റ്റ് മാർക്ക്. ഇനി അതേ സമയം ഇവിടെ നോക്കി, ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ലബോറട്ടറി അസിസ്റ്റൻറ്റ്, ഇവിടെ മെയിൻ ലിസ്റ്റിൽ വെറും 10 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയേ, ഇതിൻ്റെ മെയിൻ ലിസ്റ്റിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 65.67 ആണ്. 65.67. അപ്പോൾ നോക്കിയേ, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ 10 ഉള്ളൂ, ടോട്ടൽ 80 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 60 to 65 ആണ്. അപ്പോൾ നിങ്ങൾ 60 to 65 അല്ല മേടിക്കേണ്ടത്, നിങ്ങൾ മറിച്ച് ഒരു 10 മാർക്ക് എക്സ്ട്രാ മേടിക്കണം മക്കളെ. ഒരു 70 to 75 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മെയിൻ ലിസ്റ്റിൽ ഏറ്റവും 1 to 5 എന്ന് പറയുന്ന റാങ്കിൽ തന്നെ നിങ്ങൾക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, കുറേ മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. സിലബസ് കൃത്യമായി അനാലിസിസ് ചെയ്തുകൊണ്ട്, ഓരോ ടോപ്പിക്കിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കൂ. കുറച്ചും കൂടെ കൺസെപ്ച്വലി നിങ്ങൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്യാതെ കൺസെപ്ച്വലി നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ 100ൽ 70 to 75 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഏതൊക്കെ എക്സാംസ് ആണ് നമുക്ക് വരുന്നത്? അനലിസ്റ്റ് കേരാഫെഡിൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോഴ്സസ് നമുക്ക് വളരെ ചെറിയ ഫീസിൽ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന, കുട്ടികളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഏത് എക്സാമിന് പോകുമ്പോഴും നമുക്കൊരു എഡ്ജ് വേണം ബാക്കിയുള്ള കുട്ടികളെക്കാൾ. ബാക്കിയുള്ളവർക്ക് ടഫാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യണം. ഏതാണ്? സ്പെക്ട്രോസ്കോപ്പിയൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ സ്പെക്ട്രോസ്കോപ്പിയെ പറ്റിയിട്ട് ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ കൃത്യമായിട്ട് വളരെ സിമ്പിളായിട്ട് സ്പെക്ട്രോസ്കോപ്പിയിൽ ഒരുപാട്, ഇപ്പോൾ NMRൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ സിഗ്നൽ സ്പ്ലിറ്റിങ്, അതേപോലെ തന്നെ ഇൻറ്റൻസിറ്റി റേഷ്യോ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുത്തുകൊണ്ട്
PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും, അതിലൊന്നും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതിൻ്റെയൊക്കെ 100% സിലബസും എന്താണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കോഴ്സിൽ എൻറോൾ ചെയ്തോളൂ. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അതേപോലെ തന്നെ വേറെ എന്തൊക്കെ എക്സാമാണ് വരുന്നത്? ജൂനിയർ കെമിസ്റ്റ്, മൈനിങ് ആൻഡ് ജിയോളജി, MSc ലെവലിലുള്ള ക്ലാസ്സസ് ആണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് തരും. അടുത്തത് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ വരുന്നുണ്ട്. ഇതിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഒക്കെ സീരീസ് നമ്മളിപ്പോൾ HSAയുടെ ഒരു സീരീസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് തരാം, ഓരോ ചാപ്റ്ററിൽ നിന്നും ഓരോ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും ക്ലാസ്സസ് എന്തായാലും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനിയുള്ളത് HSST കെമിസ്ട്രി വിളിക്കാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. HSST കെമിസ്ട്രിയുടെ കോഴ്സും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് അല്ലേ, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ ഇവിടെയുള്ള ഇതിൻ്റെ കോഴ്സസ്, ഇതിൻ്റെയൊക്കെ സിലബസ് കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ട് ഒരുപാട് കുട്ടികൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. കെമിസ്ട്രി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് VSSCയിലെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്നൊക്കെ പറയുന്നത്. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. ആൻഡ് എഗെയിൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ 19 വേക്കൻസീസ് ഉണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും വളരെ ചെറിയ ഫീസിൽ. അപ്പോൾ എത്രയും നന്നായിട്ട് നിങ്ങൾ പഠിക്കുക മക്കളെ. ഒറ്റ കാര്യമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ, BSc MSc കെമിസ്ട്രി സിലബസ് നിങ്ങൾ കൃത്യമായി കൺസെപ്ച്വലി നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ 100% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, വേക്കൻസീസിൻ്റെ എണ്ണത്തെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത എക്സാമിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി ഒരു ലോങ് ടേം ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് തോട്ട് പ്രോസസ്സിൽ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു പോവാം. അപ്പോൾ എല്ലാവരെയും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.